ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് മിന്നലിലെ ചേച്ചീൻ്റെ ഹൽദിക്ക് പോവാണ്. ഫംഗ്ഷന് വേണ്ടി നമ്മൾ അങ്കമാലിക്കാണ് പോകണേ. അവിടെ തുമ്പിക്കാൻ നമ്മളെ കൂട്ടിയിട്ട് വരാൻ പറ്റുന്നുണ്ടാവും. ഞാൻ പറഞ്ഞോളാം കേട്ടല്ലോ. നമ്മളപ്പോൾ നേരെ അവരുടെ വീട്ടിലേക്കാണ് പോണേ. വഴി പ്രദേശമൊക്കെ ഫുള്ള് പച്ചപ്പ്, നല്ലൊരു നാട്ടുപുറം സ്റ്റൈല്. ക്ലീൻ ഷോ ചെയ്തിട്ട് ഏതൊക്കെ കണ്ടപ്പോ ഇവിടെ വന്നിട്ട് നമ്മള് ഫൈനല് മിന്നലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളാണ് ബാക്കി പരിപാടികളൊക്കെ. എന്ത് ചുറ്റൊക്കെ ഫുള്ള് പച്ചപ്പ്, കാണാൻ നല്ല രസം, നല്ലൊരു തണുപ്പൊക്കെ ഉള്ള ഏരിയ. ഹലോ ഗൈസ്, എവിടെ ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ കേട്ടില്ല. അവിടെ ഒരു പന്തൽ തന്നെ കെട്ടിയിട്ടുണ്ട്. ഇത് പണി തീർന്നിട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഹൽദിയുടെ വ്ളോഗ് തുടരുകയാണ്. അതെ അതെ, ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മിന്നൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ആരൊക്കെയെന്ന് നമ്മുടെ പഴയ വ്ളോഗർ അതുൽ പ്രസാദ്, മപ്പ് ആൻഡ് ലാലോ. അതെ 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 ശരിയാട്ടോ. ഇവന്റെ നടത്തത്തില്ല എല്ലാത്തിലും ഒരു കല്യാണത്തിന്റെ പരിപാടികൾ ഇത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതൊക്കെ ചുമ്മാ ഷോയാണ്, ചുമ്മാ ആ പോപ്പിൻസിന് വേണ്ടി. അതെ അതെ, എനിക്കെന്നേ എനിക്ക് തരും, എനിക്കാ. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളത്തേക്ക് കുളിക്കാൻ പോവാ, മരോട്ടി കുളത്തേക്ക്. അതിനാണ് മീനെല്ലാം കൂട്ടി നമ്മൾ പോവാണ്. നമ്മളപ്പോ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അയ്യോ, വെള്ളം കിണ്ണമ്മല്ലേ. അണ്ടർ വാട്ടർ വീഡിയോ ഷൂട്ട് ചെയ്താലോ? നമുക്ക് വെള്ളത്തിലിറക്കാം. നീ ചാടറാ, നീ എന്ത് ചാടുന്നില്ല? Okay, ready, 1, 2, 3. സംഭവം എന്താ വെച്ചിട്ടുണ്ടല്ലോ, മനുവിന് നീന്താ അറിയില്ല. അപ്പൊ ഉണ്ടല്ലോ മുങ്ങി പോവാ. അത് എന്താ പറ്റിയോ? കുളം കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സോഡ സർബത്ത് കയറാൻ പോയി കടയ്ക്ക്. ഇതൊരു സോഡ സർബത്താ, നോർമൽ സോഡ ഇല്ലാത്ത സർബത്ത്. സോഡ സർബത്ത് ഗഡിണ്ടല്ലോ, ഒറ്റ വരയ്ക്ക് അങ്ങോട്ട് തീർത്തത്. അത് കഴിഞ്ഞ് നമ്മളത് മാറ്റുണ്ടല്ലോ, നമ്മൻ്റെ ഒരു കൊള്ളി വറുത്ത് വാങ്ങി ഒരു പാക്കറ്റുള്ളത്. നമുക്ക് എല്ലാവർക്കും തന്നു. അത് കഴിഞ്ഞ് ഉറങ്ങി എനിക്കുണ്ടല്ലോ ഹെൽത്തി ഫംഗ്ഷൻ ഉള്ള ടൈമായി. ഇതാണ് മനുവിൻ്റെ ഫിക്സിങ്. ഇത് എവിടെയാണ് ബെഡിലൊക്കെ കയറിക്ക്. പിന്നെ ഞാൻ സെയിം തന്നെ, നമുക്കതൊക്കെ മതി നല്ല ദിവസത്തിന്. ഓക്കെ,
അത് കഴിഞ്ഞ് റെഡി വന്നപ്പോൾ നമുക്ക് ചായ കിട്ടി. അത് നമുക്ക് ജ്യൂസ് കൊടുക്കുന്ന ഗ്ലാസ്സിലാണ് നമുക്ക് കിട്ടിയത്. കാരണം കുറേ ഉണ്ടായിരുന്നു കുടിച്ച് തീർക്കാൻ. നമ്മളാണെങ്കിൽ ഹൽദി ഫംഗ്ഷനുള്ള ഫുഡൊക്കെ ഇങ്ങനെ ആലോചിക്കാറ്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായി. ഞങ്ങളപ്പം നടക്കാറിങ്ങാം. ഇവനാണ് അടുത്ത ആള്, മൂസാൻ. വിഷ്ണു തന്നെ ശരിക്കുള്ള പേര്, പക്ഷെ നമ്മൾ മൂസാൻ എന്ന് വിളിക്കുക. നോക്കടാ. ഹൽദി ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിങ് ആയപ്പോഴേക്കും നല്ല മഴ പെയ്തു. അങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ വന്നു. അതാണ് സീനില്ല. പരിപാടിയൊക്കെ നല്ല ഭംഗിയായി നടന്നു. ഇതാണ് മിന്നൽ. പിന്നെ ഇതാണ് മിന്നലിലെ ചേച്ചി. പരിപാടിയൊക്കെ ഉഷാറായി നടന്നു. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമുക്ക് നല്ല ക്രൗഡൊക്കെ കിട്ടി തുടങ്ങി. നല്ലപോലെ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസും ആ ഒരു രീതിയിലൊക്കെ തുടങ്ങി. ഇതാണ് അപ്പോൾ ഒരു ലുക്ക് കല്യാണ വേണ്ട തലേദിവസത്തെ കല്യാണ വേണ്ട ഒരു ലുക്ക്. അതെ, രസമുണ്ടല്ലേ? അങ്ങനെ അങ്കമാലി എത്തി കഴിച്ചു. അങ്കമാലി പിന്നെ ഒരു പോർക്കും കൂട്ടി ഒരു അടി. അതെ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ തിരക്കായാലും നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലോ. നമ്മൾ ജസ്റ്റ് സെൽഫി എടുത്ത് ജസ്റ്റ് പിന്നെ വെച്ചാൽ ഒരു രഹസ്യമാണ് മുസാൻ്റെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കാണാനില്ല. അത് ഞാൻ ചുമ്മാ നടന്നപ്പോൾ മരം കണ്ടിട്ട് കല്യാണത്തലേൻ്റെ അന്ന് മുസാൻ്റെ വിഷമങ്ങൾ പറയാ അവൻ്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോട്ടോ കയറി സ്റ്റേജിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ. അങ്കമാലി ഫുഡ്. ആദ്യം ചോറിട്ടു. ചോറിട്ടിട്ട് പിന്നെ അങ്കമാലി മാങ്ങാക്കറി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചിക്കൻ വറുത്തത്, ചിക്കൻ 65 തോന്നുന്നു. പിന്നെ ബീഫ് കറി, ബീഫ് കായിട്ട് വെച്ചത്. പോർക്ക് ഉണ്ടായിരുന്നില്ല, മിസ് ചെയ്തു. നമ്മളായ കാരണം നോൺ വെജ് മാത്രമേ എടുത്തുള്ളൂ, വെജ് നിർത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ചെക്കൻ്റെ പാട്ട് നന്ദു എന്നാണ് അവൻ്റെ പേര്. കല്യാണത്തിന് കേക്ക് കിട്ടില്ല. ഒറ്റ മൈൻഡിൽ നമ്മള് എയർപോർട്ട് റോഡിലേക്ക് കേക്ക് വാങ്ങാൻ പോണ കഥയാട്ടത്. നമ്മളിപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. രമേഷ് പിഷാരടിയുടെ കടയായ നമ്മുടെ കേക്ക് റീൽസ്, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് 2 റെഡ് വെൽവെറ്റ്, ഒരു വൈറ്റ് ഫോറസ്റ്റ്, ഒരു മാംഗോ, പിന്നെ ഒരു വാഞ്ചോ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഡയറക്റ്റ്. ഈ കുട്ടടം കാരണമാണ് നമ്മുടെ ഒരു വൈബ് എന്ന് കിട്ടിയത്. കേക്ക് മുറിച്ചടന്നു ഇവിടെ. അപ്പോൾ കേക്ക് ആൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ മൈൻഡിൽ എയർപോർട്ട് റോഡിൽ പോയി നല്ല മഴ അടച്ചിട്ട് പോയി. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തലേ ദിവസത്തിൻ്റെ മുന്നിൽ ചേച്ചിയുടെ